is definitely not a love story, but it's a story that we all want everyone to have seen it and experienced it. It's a movie with a message. Of course, we're not being preachy about it. And at the core of it, it is connected to love, and it's a story about two lovers and what they go through, but it's not a love story. And why it's not, I really want people to go and watch it. ഞാൻ ഇത് വന്നത് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു. ഞാൻ എസ്ര കഴിഞ്ഞിട്ട് ഉടനെ ചെന്ന് തമിഴിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കാളിദാസനെ പറഞ്ഞൊരു മൂവിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ദിവസം വേറെ ഒരു കോൾ വന്നു പറഞ്ഞ് ഇഷ്ക് എന്ന് പറഞ്ഞൊരു മൂവി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അനുരാജ് മനോഹറാണ് വിളിച്ചത്. എന്നിട്ട് ഷെയ്ൻ നിഗമാണ് അതിൻ്റെ ആക്ടർ, പിന്നെ E4 തന്നെയാണ് ബാനർ. ഐ വാസ് വെരി എക്സൈറ്റഡ് ടു വർക്ക് വിത്ത് ദം ബിക്കോസ് എസ്ര E4 തന്നെയായിരുന്നു. ആൻഡ് ദെൻ പക്ഷേ ഐ വാസ് നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്, ചെയ്യാൻ പറ്റുമോ ഇല്ലേ, ബിക്കോസ് ഐ വാസ് ഓൾറെഡി ബിസി വിത്ത് അതർ പ്രോജക്ട്സ്. ആൻഡ് ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. അനുരാജ് പറഞ്ഞു ഞാൻ കഥ പറഞ്ഞുതരാം, ആനൊന്ന് കേട്ട് നോക്ക്. കേട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആൻഡ് ഐ വെൻറ്റ് ഫോർ എൻ ഓഡിഷൻ ആൻഡ് ഐ വാസ് റിയലി ഹോപ്പിംഗ് അതൊന്ന് കിട്ടിയാൽ കൊള്ളാം എന്ന്. അപ്പോൾ ദാറ്റ് വേ ഐ ഗോട്ട് സെലക്റ്റഡ് ബൈ ഗോഡ്സ് ഗ്രേസ്. ഡെഫിനറ്റ്ലി സ്റ്റോറിയാണ്, ബിക്കോസ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഞാനൊരു ആക്ടറാണെന്ന്. ആൻഡ് ഓണസ്റ്റ്ലി ഞാനൊരു തിയേറ്ററിൽ ചെന്നിട്ട് പടം കാണുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഭാഗമാവണം എന്നാണ് എൻ്റെ ഫസ്റ്റ് തോട്ട്. അപ്പോൾ സ്റ്റോറീസ് ആർ ദ വൺസ് ദാറ്റ് മൂവ് മീ മോർ. ദർ ഇസ് നോ പോയിൻറ്റ് നമ്മൾ വലിയ ബിഗ് ബഡ്ജറ്റ് മൂവി എന്ന് നോക്കിയിട്ട് ചെയ്താലും ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് മൂവി ഷുഡ് ബി എ ഹിറ്റ് ഓർ ദാറ്റ് ഷുഡ് മൂവ് പീപ്പിൾ. അങ്ങനെ ഞാൻ കുറേ അങ്ങനെ ബിഗ് ബഡ്ജറ്റ് ഫിലിം കണ്ടിട്ടുണ്ട് ആൻഡ് ഐ ഓണസ്റ്റ്ലി ഹാവൻ ഫെൽറ്റ് എനിത്തിങ്. പക്ഷേ വെൻ യു ഹിയർ എ സ്ക്രിപ്റ്റ്, ഒരു കഥ കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭാഗമാവണം എന്നൊരു ആ ഫീലിംഗ് വരുമ്പോഴാണ്. സോ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ദ സ്റ്റോറി ഓൾവേസ്, ഇറ്റ്സ് നോട്ട് ദി എമൗണ്ട്. എനിക്കിതിൽ അപ്പീൽ ചെയ്തതെന്ന് വെച്ചാൽ ദി എൻറ്റയർ സ്റ്റോറി. സത്യം പറഞ്ഞാൽ എങ്ങനെ ഇറ്റ്സ് നോട്ട് ദിസ് ക്യാരക്ടർ സ്റ്റാൻഡ്സ് ഔട്ട് അല്ല ഈ ക്യാരക്ടർ സ്റ്റാൻഡ് ഔട്ടോ അതോ പെയറിങ്ങോ. ഇറ്റ്സ് ഗുഡ്. ഐ എം വെരി ലക്കി ആൻഡ് ബ്ലെസ്ഡ് ടു ബി പെയർഡ് വിത്ത് ഷെയ്ൻ. ഹീസ് എ വെരി ഫാൻറ്റാസ്റ്റിക് ആക്ടർ. പക്ഷേ എനിക്കിത് കേട്ട് പോയത് അതിൻ്റെ ഫ്ലോ ആണ്. ബിക്കോസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു രീതിയാണ് കഥ പോകുന്നത്. ആൻഡ് ഇറ്റ്സ് എ വെരി റെലവൻറ്റ് മെസ്സേജ് ആൻഡ് ദ വേ സത്യം പറഞ്ഞാൽ അനുരാജിൻ്റെ അടുത്ത് പറഞ്ഞ രീതി അതാണ്. ഹി വാസ് വെരി ജെന്യുവൻ അബൌട്ട് ദ സ്റ്റോറി, ഹൗ വി റിലേറ്റഡ്. രതീഷ് ഏട്ടൻ ഇത്ര നല്ലൊരു സ്റ്റോറി എഴുതിയിട്ട് അതിൻ്റെ ഭാഗം ആയില്ലെങ്കിൽ എനിക്ക് വിഷമം. സോ ഐ തോട്ട് ഐ വോണ്ട് ടു ബി പാർട്ട് ഓഫ് ദ സ്റ്റോറി. അതാണ് അത് ആൾക്കാർ ഈ പടം കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും വാട്ട് ഈസ് ഇറ്റ് ആൻഡ് വൈ വി കാൻ റിവീൽ ടു മച്ച് അബൌട്ട് ഇറ്റ്. ബട്ട് ഇറ്റ്സ് എ സ്റ്റോറി ദാറ്റ് എവ്രി വൺ നീഡ്സ് ടു എക്സ്പീരിയൻസ്. നല്ലൊരു കഥയാണ്, അതാണ് ഇറ്റ്സ് എ സ്റ്റോറി. കഥാപാത്രത്തിൻ്റെ പേര് വസുധ എന്നാണ്. പുള്ളിക്കാരത്തി കോട്ടയമിൽ പഠിക്കുന്നൊരു സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ്. ആൻഡ് പുള്ളിക്കാരത്തി വളരെ ഹാപ്പി ഗോ ലക്കി ആൻഡ് ഷീ ഈസ് എ വെരി സിമ്പിൾ ഗേൾ. ഒരു ഇച്ചിരിയൊക്കെ ഡ്രീം പോലെ താമസിക്കുന്നൊരു പെണ്ണും കൂടെയാണ്. ഇറ്റ്സ് ടോട്ടലി ഓപ്പോസിറ്റ് ടു ഹൂ ഐ ആം. അപ്പോൾ ഫോർ മീ അതൊരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറായിട്ടാണ് തോന്നിയത്. ലൈക്ക് ഐ ഷുഡ് പ്ലേ സംതിങ് ദാറ്റ്സ് നോട്ട് മീ. അതാണ്. പിന്നെ പുള്ളിക്കാരത്തി ഇച്ചിരിയൊക്കെ ഹോപ്പ്ലെസ് റൊമാൻറ്റിക് ഒക്കെ തന്നെയാണ്. സോ ഐ തിങ്ക് ദാറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് നമ്മളെല്ലാം ക്യാരക്ടേഴ്സ് ദ സ്റ്റോറി ഈസ് ബേസ്ഡ് ഓൺ അവരുടെ ഒരു ക്യാരക്ടർ, പിന്നെ അവർ എങ്ങനെയാണ് തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യുന്നത് ആൻഡ് ഹൗ ദി ഇൻറ്ററാക്ട് വിത്ത് ദ സ്റ്റോറി. സോ ദാറ്റ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ്. ഇത് കുറേ സമയം എടുത്തു. ഐ മീൻ എനിക്ക് തോന്നുന്നു ഒരു 5 പ്രാവശ്യമെങ്കിലും ക്യാരക്ടറിനെ ഇങ്ങനെ ചേഞ്ച് വരുത്തി വന്നിട്ടുണ്ട്. ഷൂട്ട് ചെയ്യുന്ന മുന്നേ തന്നെ ഒരു 3 പ്രാവശ്യം മാറി. ഷൂട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്കൊരു 2-3 പ്രാവശ്യം പിന്നെയും ചേഞ്ച് വരുത്തി. പിന്നെ സത്യം പറഞ്ഞാൽ രതീഷ് ഏട്ടന് കുറേ ഹെൽപ്പ് ചെയ്തു. പുള്ളിക്കാരൻ്റെ ആണല്ലോ സ്റ്റോറി. സോ ഹീ എക്സാക്ട്ലി നോസ് എങ്ങനെയാണ് പോകേണ്ടത്. പക്ഷേ വൺ വെരി ബ്യൂട്ടിഫുൾ തിങ് അബൌട്ട് ഹിം ഇസ് ഹീ ഗേവ് us lots of space. എന്നുവെച്ചാൽ live in it, live in the movie. പിന്നെ അനുരാജ് ആസ് എ ഡയറക്ടർ ഇസ് ഓൾസോ പ്രിറ്റി ഗുഡ്. ഹി വാസ് വെരി ഷുവർ ദാറ്റ് ഹി വാണ്ടഡ് ടു മേക്ക് ഷുവർ ദാറ്റ് പീപ്പിൾ ലിവ്ഡ് വെരി ഓണസ്റ്റ്ലി. നമ്മൾ അഭിനയിക്കരുത്. എപ്പോഴെങ്കിലും ഇച്ചിരി ഒരു ഡെസിബിൾ കൂടിപ്പോയാൽ ഒരു ആക്ടിങ് ഫീൽ ചെയ്ത് അപ്പോൾ തന്നെ അനുരാജ് കട്ട് പറയും. ഇല്ല, ദിസ് ഇസ് നോട്ട് വാട്ട് ഐ വാണ്ട്. അഭിനയമാണ്, ജസ്റ്റ് ലിവ് ഇറ്റ്. പിന്നെ കുറേയൊക്കെ നമ്മൾ ബാക്കി ക്യാരക്ടേഴ്സിൻ്റെ കൂടെ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ പിന്നെയും നമ്മുടെ ക്യാരക്ടേഴ്സിൽ വ്യത്യാസം വരുത്തും. അങ്ങനെ കുറേ സമയം എടുത്തു. ഐ മീൻ നമ്മൾ സിനിമ കാണുമ്പോൾ യു മേ ഫീൽ സംതിങ്, പക്ഷേ വെൻ ഐ ഗിവ് എ ഡിസ്ക്രിപ്ഷൻ പുള്ളിക്കാരത്തി വളരെ സിമ്പിളാണ്. ബട്ട് ഷീ ഹാസ് ലോട്ട്സ് ഓഫ് ലേയേഴ്സ് ടു ഹർ. അത് കാരണം ഷീ വാസ് എ ബിറ്റ് കൺഫ്യൂസിങ് ആൻഡ് ഡിഫിക്കൾട്ട് ഓൾസോ ഫോർ മീ ടു ഗ്രാസ്പ്. അതാ
ഞാനങ്ങനെ ഫുൾ ജഡ്ജൊന്നും ചെയ്യാറില്ല. ബിക്കോസ് ഇൻ ദി എൻഡ് മൂവി എപ്പോഴും ഡയറക്ടറുടെ ആണ്. നമ്മൾ ആക്ടേഴ്സാണ്, നമ്മുടെ ജോലി എന്ന് വെച്ചാൽ അവിടെ വരിക, അവരുടെ മനസ്സിൽ എന്തായിരിക്കുന്നത് അത് നമ്മൾ കാണിച്ചിട്ട് കൊടുക്കുക. വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ദേ വോണ്ട്, വാട്ട് പെർഫോമൻസ് ഡു ദേ വോണ്ട്, അത് കൊടുത്തിട്ട് പോവുക. ഐ മീൻ നമ്മൾ ആക്ടേഴ്സ് ആയത് കാരണം വി വിൽ സ്ലൈറ്റ്ലി ജഡ്ജ്. കാരണം ചിലപ്പോൾ അവിടെ ഇച്ചിരി ഒന്ന് ഇമോഷൻ കൂട്ടിയിരുന്നെങ്കിൽ, ഇച്ചിരി ഒന്ന് കുറച്ചിരുന്നെങ്കിൽ. പക്ഷേ അറ്റ് ദി എൻഡ് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ആൾക്കാർ ചിന്തിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഹൗ ദ ടീം തിങ്സ്, ഹൗ ദ ഡയറക്ടർ തിങ്സ്. അത് കാരണം ഐ ട്രൈ നോട്ട് ടു ജഡ്ജ് മൈസെൽഫ് ടു ഹാർഷ്ലി. പക്ഷേ റഫ് കട്ടൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് വേണമായിരുന്നോ, മറ്റേ ഷോട്ടല്ലേ ബെറ്റർ. പക്ഷെ അവർ പറയില്ല ഇതാണ് വേണ്ടത്, ബിക്കോസ് അതിലാണ് ഫ്ലോ പോകുന്നത്. ഐ ട്രൈ ടു ട്രസ്റ്റ് മൈ ഡയറക്ടേഴ്സ് മോർ ആൻഡ് വാട്ട് എവർ ദിയർ ക്രിയേറ്റീവ് ഡിസിഷൻ ഇസ്. അത് കാരണം ഞാൻ അങ്ങനെ കൂടുതലൊന്നും ഫോഴ്സിബിളായിട്ട് ചിന്തിക്കാറില്ല. പക്ഷേ അഫ്കോഴ്സ് മൂവി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ കാണുമ്പോൾ ഒരു ഹാർഷ് ക്രിറ്റിസിസം ഉണ്ട്. പക്ഷേ ഇതുവരെ കണ്ടതെല്ലാവരും ദേ ഹവ് സെഡ് ദേ വെരി ഹാപ്പി വിത്ത് ഓൾ ഓഫ് അവർ പെർഫോമൻസസ്, ദേ വെരി ഹാപ്പി മൂവി എങ്ങനെ വന്നിരിക്കുന്നത് അതിൽ വളരെ സന്തോഷമുണ്ട്. സോ ഐ എം റിലാക്സ്ഡ് ദിസ് ടൈം. ഇതിൽ കുറേ റിയലിസം ഉണ്ട്. ഇറ്റ്സ് വെരി റിയൽ. നമ്മൾ വൺ കളക്റ്റീവ് തോട്ട് വി ഓൾ ഹാഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി വെരി റിയലിസ്റ്റിക്. നമ്മൾ ഒരു സീന് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ടും കൂടെ ആ സീൻ ബൈ സീൻ നമ്മൾ അഭിനയിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴും എല്ലാ ദിവസവും ഒരു ഡിസ്കഷനുണ്ട്. ഫുൾ ടീം ഇങ്ങനെ വേണോ, ലോജിക്കലി ഇങ്ങനെ ആണോ ആൾക്കാർ ബിഹേവ് ചെയ്യുന്നത്, ഇങ്ങനെയാണോ സംസാരിക്കുന്നത്. പിന്നെ കുറേയൊക്കെ നമ്മുടെ ഡയലോഗ്സും നമ്മൾ ആഡ്-ലിബാണ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദിസ് ഇസ് നോട്ട് ഡൺ, ഹൗ വിൽ എ നോർമൽ ഗേൾ ടോക്ക്, വാട്ട് വിൽ യു സേ. അങ്ങനെയൊക്കെ ഒരു കുറേ ക്രിയേറ്റീവ് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു, ക്രിയേറ്റീവ് തോട്ട്സ് വരെ. അത് കാരണം ഐ റിയലി സേ ദാറ്റ് ദിസ് മൂവി ഈസ് വെരി റിയൽ. പിന്നെ ദർ ഇസ് എ ലോട്ട് ഓഫ് റിയൽ ട്രൂത്ത് ഇൻ ഇറ്റ്. ഇത് രതീഷ് ചേട്ടനാണ് കൂടുതൽ അറിയുന്നത്, പക്ഷേ കുറേ സത്യാവസ്ഥകളൊക്കെ ഉണ്ട്. ആൻഡ് ഇറ്റ്സ് സംതിങ് പീപ്പിൾ ക്യാൻ റിലേറ്റ്. ദാറ്റ്സ് ഡെഫിനറ്റ്. എനിക്ക് തോന്നിയത് ത്രൂ ഔട്ട് ഉണ്ടാവും ഡെഫിനറ്റ്ലി. ബിക്കോസ് നമ്മൾ എല്ലാവരുടെ ഇറ്റ്സ് പാർട്ട് ഓഫ് ദ കൾച്ചർ, ഇറ്റ്സ് പാർട്ട് ഓഫ് ദ സൊസൈറ്റി. ഒരു രീതി ഇറ്റ്സ് എ സോഷ്യൽ കമൻട്രി ഓൾസോ. സോ ഇറ്റ്സ് ഓൾവേസ് ഗോയിങ് ടു ബി പാർട്ട് ഓഫ് ദ കൾച്ചർ. ഇപ്പം നമ്മൾ പറയുന്നത് ന്യൂ ജെൻ, ഓൾഡ് ജെൻ, പക്ഷേ ദർ ഹാസ് ഓൾവേസ് ബിൻ ദ സെയിം തിങ്. നമ്മളുടെ അമ്മ അച്ഛൻ്റെ അടുത്തും ന്യൂ ജെൻ, ഓൾഡ് ജെൻ ഒക്കെ പറഞ്ഞ് ആൾക്കാർ നടന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് വൈ ഐ തിങ്ക് ഇറ്റ്സ് റെലവൻറ്റ് ത്രൂ ഔട്ട് ഓൾ ദ ടൈം. അങ്ങനെ ദാറ്റ് സോർട്ട് ഓഫ് എ സ്റ്റോറി, ഇറ്റ് വിൽ ബി റെലവൻറ്റ്. ചിലപ്പോൾ ഇൻസിഡൻസസ് വിൽ ബി ഡിഫറെൻറ്റ്, പക്ഷേ ഒരു ലവേഴ്സും വാട്ട് ഗോസ് ത്രൂ ബിറ്റ്വീൻ ടു കപ്പിൾസ് ഇറ്റ് വിൽ ഓൾവേസ് ബി ദ സെയിം. എനിക്ക് അത്ര വലിയ ഡിഫറൻസസ് തോന്നിയിട്ടില്ല. ബിക്കോസ് ഞാൻ എസ്ര തുടങ്ങിയതും E4 തന്നെയാണ്. സോ ഇറ്റ് വാസ് വെരി മച്ച് സ്പെഷ്യൽ കമ്മിങ് ബാക്ക് ടു ഫാമിലി. പിന്നെ ഇറ്റ്സ് ദ സെയിം പ്രൊഡ്യൂസേഴ്സ്, ടീമും ഓൾമോസ്റ്റ് നമ്മൾ സെയിം തന്നെയാണ്. അതും JK ആയിരുന്നു. JK ഒരു ഡെബ്യൂ ഡയറക്ടറാണ്. ഇത് അനുരാജ് മാത്രമല്ല, ഇതിൽ അൻസാർക്ക, പിന്നെ ലോട്ട്സ് ഓഫ് പീപ്പിൾ ആർ ന്യൂ കമേഴ്സ്. നമ്മളുടെ എല്ലാവരുടെയും ഡെബ്യൂ ആണ് ഇൻ എ വേ. എനിക്കിത് ഐ തിങ്ക് ദിസ് ഇസ് മൈ ഫസ്റ്റ് മല്ലു ലീഡ് ഓൾസോ. അപ്പോൾ ദാറ്റ്സ് അഗെയിൻ എ ന്യൂ തിങ്. വ്യത്യാസം എന്ന് വെച്ചാൽ ഓൺലി ദ റോൾസ് ഹാവ് ചേഞ്ച്ഡ്. അതിൽ സെക്കൻഡ് ലീഡായിരുന്നു, ഇതിൽ ഫസ്റ്റ് ലീഡ്. ബട്ട് ബിസൈഡ്സ് ദാറ്റ് ഫെൽറ്റ് ലൈക്ക് ഐ വാസ് വർക്കിംഗ് അഗെയിൻ വിത്ത് ഫാമിലി. അതാ JK അനുരാജിന് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. എനിക്ക് കൂടുതൽ തോന്നിയത് വെരി സിമിലർ ഇൻ മെനി ഇൻസ്റ്റൻസസ്. JKയുടെ രീതി വാസ് എ ബിറ്റ് ഡിഫറെൻറ്റ്. പുള്ളി വരും, ഒരു ഐഡിയ പറഞ്ഞു തരും, പിന്നെ അതിൻ്റെ ഹി ആൻഡ് ഐ ന്യൂ ഈച്ച് അതേഴ്സ് വേ ഓഫ് വർക്കിംഗ്. അപ്പോൾ ജനറലി ഇറ്റ്സ് നോട്ട് ദ ഡയറക്ടർ, മോർ ഇറ്റ്സ് ആർ റെസ്പോൺസിബിലിറ്റി. അവരുടെ സ്റ്റൈൽ എങ്ങനെയാണ് അതിലൊന്ന് അഡാപ്റ്റ് ചെയ്ത് പോകാൻ. അപ്പോൾ JK വിൽ ബി വെരി മച്ച് ലൈക്ക് ഓക്കെ ഇതാണ് സീൻ, യു ആർ സാഡ് ബേസിക്കലി. ഞാനപ്പോൾ വെറുതെ തമാശക്ക് JK ഹൗ മച്ച് പെർസെൻറ്റേജ് am I supposed to be sad. അപ്പോൾ ഹി ഹാഡ് ഹിസ് ഓൺ ക്വർക്സ്. ആൻഡ് അനുരാജ് ആണെങ്കിൽ അനുരാജ് ഫുൾ ബാക്ക് സ്റ്റോറി ഇങ്ങനെ ഫ്രെയിം എല്ലാം പറഞ്ഞു തരും. എന്നുവെച്ചാൽ ഇതാണ് ദ സിറ്റുവേഷൻ, ഈ സീൻ്റെ മുന്നേ ഇതൊക്കെ സംഭവിച്ചു, ഇത് കഴിഞ്ഞിട്ട് ഇതൊക്കെ സംഭവിക്കാൻ പോവാണ്. സോ യു ഹാവ് ടു കണക്ട് ദ ഡോട്ട്സ്. ആ ഒരു ട്രാവലിലേക്ക് പോകണം. അപ്പോൾ ഞാൻ അതൊന്ന് പിടിച്ച് ചെയ്യും. ഓക്കെ ദ ഡിഫറൻസ് ഇസ് ഇവിടെ ഒരെണ്ണത്തിൽ ഇറ്റ്സ് ദ സ്റ്റൈൽ, ബട്ട് ഇൻ വൺ വേ ദ വെരി വെരി ലീനിയൻറ്റ് അബൌട്ട് പെർഫോമൻസസ്. കുറേ രണ്ടുപേരുടെ ഒരു കോമൺ ട്രിബ്യൂട്ട് വാസ് അബൌട്ട് they wanted realism, they wanted the honest performances. Ishq is basically വസുധ അവളുടെ ബോയ് ഫ്രണ്ട് സ്റ്റോറി.
it's based on a couple, not a love story. അവർക്ക് എന്തോ സംഭവിക്കും in the movie, and അതെങ്ങനെയാണ് ഇവരെ രണ്ടുപേരും എഫക്റ്റ് ചെയ്യുന്നത്, അതാണ് നോട്ട് എ ലവ് സ്റ്റോറി. ആ കൊമെൻട്രി ഈസ് നോട്ട് എ ലവ് സ്റ്റോറി. സോ ഇൻ എ സെൻസ് ഇത് ഒരു മെച്ചോർഡ് ലവ് സ്റ്റോറിയാണ്, റൊമാൻറ്റിക് സ്റ്റോറിയാണ്. ബട്ട് ഈ സോഷ്യൽ കൊമെൻട്രി കാരണം ഇറ്റ്സ് നോട്ട് എ ലവ് സ്റ്റോറി. അയ്യോ അങ്ങനല്ല, ഇതിൽ ലിയോണൽ ഇഷ ഉണ്ട്, ഷൈൻ ടോം ചാക്കോ ഉണ്ട്, ജാഫർ ഇടുക്കി ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐ മീൻ ഇറ്റ്സ് ഒരു മെയിൻ സ്റ്റോറി ഓഫ് കോഴ്സ് റിവോൾവ് ചെയ്യുന്നത് ഇറ്റ്സ് ബിറ്റ്വീൻ ദ ടു ക്യാരക്ടേഴ്സ്. അത് കാരണമാണ് പോസ്റ്റർ, അത് അവരുടെ ഒരു രീതിയാണ്. പക്ഷേ ഇറ്റ്സ് എ സ്റ്റോറി, ഇറ്റ്സ് എ കളക്റ്റീവ് സ്റ്റോറി. വി ആർ ജസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റോറി. ദാറ്റ്സ് എസ് 4. അതാണ് ലിയോണൽ ഷോയ്, ഷൈൻ ടോം ചാക്കോ, ഷെയ്ൻ നിഗം ആൻഡ് മീ. പിന്നെ അത് രതീഷ് ഏട്ടൻ അങ്ങനെ സ്റ്റോറി എഴുതിപ്പോയി. ഹീ റോഡ് വിത്ത് 4 people. പക്ഷേ ഇതിൽ അതിൻ്റെ ഹാർട്ട് ഈ 4 പേരല്ല, ഇറ്റ്സ് എ സ്റ്റോറി. ദാറ്റ്സ് വാട്ട്. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോട്ടോ സ്റ്റുഡിയോയിൽ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് ആ ടൈമിന് കുറേ മോഡൽസൊക്കെ നമ്മുടെ സ്റ്റുഡിയോയിൽ വരും. ആൻഡ് ദെൻ ഐ യൂസ് ടു അസിസ്റ്റ് ദെം. എൻ്റെ മെയിൻ ആസ്പിറേഷൻ ഒരു ഫോട്ടോഗ്രാഫർ ആവണം എന്നായിരുന്നു. പിന്നെ കോളേജിൻ്റെ സമയം ഇച്ചിരി ഓഫീസ് വരുമായിരുന്നു ഫോർ ഓഡിഷൻസ് ആൻഡ് എവറിത്തിങ്. പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഐ വാസ് ഓൾവേസ് ക്യാമറ ഷൈ. പക്ഷേ ഐ ഫെൽറ്റ് വെരി കംഫർട്ടബിൾ ബിഹൈൻഡ് ദ ക്യാമറ. എന്നിട്ട് ഞാൻ വിചാരിച്ചു കോളേജ് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ക്രിയേറ്റീവ് കോഴ്സ് ചെയ്യാം. അത് അമ്മ അച്ഛൻ്റെ ഒരു ഇൻസിസ്റ്റൻസ് ആയിരുന്നു, നീ പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് വേറെ എന്ത് വേണമെങ്കിലും ചെയ്തോ. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ വെച്ചൊരു ഫോട്ടോഗ്രാഫി കോഴ്സിന് ആദ്യം പോവാം. പക്ഷേ കറക്റ്റായിട്ട് അഡ്മിഷൻ ടൈമെല്ലാം പൂട്ടിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു ചലോ വെറുതെ ഒന്ന് ഒരു ആക്ടിങ് ക്ലാസ്സിലെങ്കിലും പോവാം. ഐ ഹേർഡ് ബൈ പീപ്പിൾ ഇറ്റ് ഹെൽപ്സ് വിത്ത് യുവർ കോൺഫിഡൻസ് ബിൽഡിങ്. അങ്ങനെ ചെന്ന് ഐ ജോയിൻ ബാരി ജോൺ. പിന്നെ ബാരി ജോണിൽ ലാസ്റ്റ് വീക്ക് ആയിരുന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിൽ എൻ്റെ പിക്ക് കണ്ടിട്ട് ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ വിളിച്ച് ചോദിച്ചത് ഞാനൊന്ന് ഓഡിഷൻ ചെയ്യാവോ. ഫ്രം ദെയർ ഐ ഗോട്ട് ഇൻ ടു മൂവീസ്. എങ്ങനെ ഇല്ല, ഐ ലൈക്ക് മൂവീസ്. ഐ മീൻ സിനിമ എനിക്ക് വളരെ ഒരു എൻചാൻറ്റിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ യൂസ് ടു ലവ് ഗോയിങ് ടു തിയേറ്റേഴ്സ്. എല്ലാ മൂവീസും ഞാൻ കാണും. പക്ഷേ ഐ നെവർ ഇമാജിൻ എനിക്കൊരു ആക്ടർ ആവാം. അങ്ങനെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ലൈക്ക് ഐ ഹാവ് വാട്ട് ഇറ്റ് ടേക്സ് ടു ബി എൻ ആക്ടർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഐ സോർട്ട് ഓഫ് വാസ് ഗ്രാവിറ്റേറ്റിംഗ് ബിഹൈൻഡ് ദ ക്യാമറ. എന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫർ ചിലപ്പോൾ വേണമെങ്കിൽ സിനിമാറ്റോഗ്രാഫി ഒന്ന് ട്രൈ ചെയ്താലോ, അങ്ങനത്തെ ഒക്കെ വിചാരം മാത്രമേ ഉള്ളായിരുന്നു. ഐ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫീൽ ബ്ലെസ്ഡ്. എന്ന് വെച്ചാൽ ഞാൻ എല്ലാ പ്രാവശ്യം ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ദൈവം എങ്ങനെയാണ് നിശ്ചയിക്കുന്ന കാര്യങ്ങൾ, എങ്ങനെയാണ് നമ്മളൊരു ഒരു വഴിയിൽ വിട്ടിട്ട് എങ്ങനെ how I reached here. That's what I keep thinking. I still always sit with wonder. എങ്ങനെ സംഭവിച്ചു. It's always a humbling experience more than anything. ഇപ്പോഴും it doesn't hit me. എന്നുവെച്ചാൽ I've done a movie or something. അതൊന്നും ഇപ്പോഴും തലയിൽ ക്ലിക്ക് ആവത്തില്ല. പക്ഷേ I feel very happy. എസ്പെഷ്യലി എൻ്റെ ചില ഫ്രണ്ട്സും അറിയാത്ത ആൾക്കാർ വന്ന് പറയുമ്പോൾ I like that role you did. എസ്രയിൽ റോസി നല്ലായിരുന്നു കേട്ടോ. It still touches me. അതാണ്. ഷീസ് ആക്ച്വലി എ വെരി നൈസ് ഹ്യൂമൻ ബീങ്. പുള്ളിക്കാരത്തേക്ക് ഒരു ജാടൊന്നും ഇല്ലായിരുന്നു. നമ്മളങ്ങനെ പറയത്തുള്ളൂ വെൻ വി ആർ ബിഹൈൻഡ് ദ ക്യാമറ. അപ്പോൾ ഷീ വാസ് എ വെരി ഈസി ഗോയിങ് ഗേൾ. ആൻഡ് പുള്ളിക്കാരത്തിൻ്റെ ഫസ്റ്റ് ഫിലിമൊക്കെ വന്നത് തൊട്ട് ഐ വാസ് ലൈക്ക് ഐ യൂസ് ടു ഫീൽ പ്രൗഡ്. ലൈക്ക് ഐ നോ ഹർ, ഷീ ഈസ് സച്ച് എ സ്വീറ്റ് ഗേൾ. അങ്ങനെ പിന്നെ അതൊരു ഫേക്ക് പെർസെപ്ഷനാണ് ദാറ്റ് ആക്ടേഴ്സ് ആർ വെരി എയറി പീപ്പിൾ. അങ്ങനെ ഒട്ടുമല്ല. മെറ്റ് സോ മെനി പീപ്പിൾ ആൻഡ് സോ ഹംബിൾ ആൻഡ് സോ നൈസ്. വളരെ കുറേ വരെ അങ്ങനെ നമ്മൾ കാണുമ്പോൾ ഇറ്റ്സ് വെരി ഇൻസ്പയറിങ്. യു വിഷ് യു ആർ ദെം. അതെ, വളർന്നത് ഔട്ട് സൈഡാണ് ആക്ച്വലി. പപ്പ ആർമിയിലായിരുന്നു. അപ്പോൾ കുറേയൊക്കെ വളർന്നത് പുറത്താണ്. പിന്നെ മലയാളം സംസാരിക്കാൻ ഇഷ്ടമല്ല അങ്ങനെയൊന്നുമല്ല. ഇറ്റ്സ് നോട്ട് നൈസ് ഞാൻ പറയുന്ന രീതി. അപ്പോൾ ഐ ഫീൽ വെരി കോൺഷ്യസ് സംസാരിക്കുമ്പോൾ. പിന്നെ ഐ ഡോണ്ട് വോണ്ട് പീപ്പിൾ ടു നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ ദം. അതാണ് എനിക്ക് കംഫർട്ടബിളായ ലാംഗ്വേജിൽ ഞാൻ പിടിച്ച് സംസാരിച്ച് പോകുന്നത്. പിന്നെ നോർത്തിൽ ഞാൻ നിന്ന സ്ഥലത്തൊന്നും മലയാളികൾ കുറവായിരുന്നു. അപ്പോൾ അതാണ് ഐ എം കംഫർട്ടബിൾ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ടു ആക്ട്. അതൊരു പ്രശ്നമില്ല. എനിക്ക് ചെറിയ സമയം തന്നാൽ മതി, ഞാൻ പെട്ടെന്ന് പഠിച്ചെടുത്തോളും. അത് കാരണം എനിക്ക് അഭിനയത്തിൽ ഐ ലൈക്ക് ഇറ്റ്. ഐ ലൈക്ക് ദാറ്റ് മൂമെൻറ്റ് ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് കട്ട്. ഐ ലൈക്ക് ടു ടേൺ ഇൻ ടു ദ ക്യാരക്ടർ, ബി ഇൻ മൈ ഓൺ വേൾഡ്. അത് കാരണം എനിക്ക് അതൊരു പ്രശ്നമില്ല. അഭിനയത്തിൽ എനിക്ക് ഒരു പ്രശ്നമില്ല. ഇറ്റ്സ് വൈ ഐ ഹാവ് ടു സ്പീക്ക് നോർമലി ഇറ്റ് ഗെറ്റ്സ് മീ നെർവസ്. പക്ഷേ ഐ എം ഫൈൻ വിത്ത് എനി ലാംഗ്വേജസ്.
ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ക്യാരക്ടർ. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞത് യു നീഡ് പേഷ്യൻസ് ആൻഡ് ടു ബി ഇൻ ദിസ് ഇൻഡസ്ട്രി ഓൾ യു നീഡ് ഇസ് പേഷ്യൻസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആക്ട് ചെയ്യാനുള്ള ക്വാളിറ്റി ഐ തിങ്ക് ഇറ്റ്സ് പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്കെല്ലാം പഠിക്കാം. ആൾക്കാർ പറയുന്നത് നമുക്ക് കേൾക്കാം, ആക്സെപ്റ്റ് ചെയ്യാം. വി ക്യാൻ ഗോ ഇൻ ദ ഡയറക്ഷൻ ദേ വോണ്ട് us to go. So I think most important thing for anybody to succeed in any industry or field is patience. എൻ്റെ വിശ്വാസത്തിൽ എനിക്ക് തോന്നുന്നത് ഫുൾ സ്ക്രിപ്റ്റ് അറിഞ്ഞിരിക്കണം എന്നാണ്. ബിക്കോസ് നമുക്ക് നമ്മളുടെ ക്യാരക്ടർ മാത്രം അറിഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾ ഇറ്റ്സ് വെരി മച്ച് ലൈക്ക് ഡ്രൈവിങ്. യു നോ ഹൗ ടു ഡ്രൈവ്, പക്ഷേ റോഡ് റൂൾസ് ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പിന്നെ യു വിൽ ഗോ ആൻഡ് കോസ് ആൻ ആക്സിഡൻറ്റ്. പിന്നെ ഇറ്റ് ഷുഡ് നെവർ ബി സെൽഫ് സെൻറ്റേഡ്. ഒരു ക്യാരക്ടർ ഇസ് നോട്ട് ജസ്റ്റ് ദാറ്റ് ഇസ് ദ ഓൺലി തിങ് ഇൻ ദ മൂവി. ഒരു മൂവിയുടെ എക്സ്പീരിയൻസ് തന്നെ നല്ല ആവുന്നത് എല്ലാ ക്യാരക്ടേഴ്സും ഒന്നിച്ച് നന്നായിട്ട് കോറിലേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് അഭിനയിക്കുമ്പോഴാണ്. അത് എല്ലാം ഒന്ന് ടുഗെദർ കമ്പൈൻ ആകുമ്പോഴാണ്. സോ യു ഷുഡ് എയിം ടു ഹെൽപ്പ് മേക്ക് ദ ഷെഫ് ദ സൂപ്പ്. അല്ലാതെ നോട്ട് ബി ജസ്റ്റ് വൺ സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ്, അതിലൊരു കാര്യമില്ല. ഇറ്റ് ഷുഡ് ബി ദി എൻറ്റയർ കൾമിനേഷൻ. ഉറപ്പായിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രിയുടെ അടുത്ത് ഇഷ്ടമുള്ളത് ദ പ്രോസസ് ഓഫ് ഹൗ യു മേക്ക് ദ മൂവി. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആക്ടിങ്. ആക്ടിങ് ഇസ് വണ്ടർഫുൾ. പക്ഷെ അതിൻ്റെ ക്യാമറയുടെ പുറകെ നിന്നിട്ട് അല്ലെങ്കിൽ ഒരു ഡയറക്ടറുടെ ഏഡിയും കൂടെ ആയിട്ട് ഇറ്റ്സ് ഫൺ. ഐ ഡോണ്ട് മൈൻഡ് ഈവൻ ഡൂയിങ് ഇറ്റ് നൗ. അതാണ് ഐ മീൻ ഇറ്റ്സ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. നമുക്ക് ക്യാമറയുടെ പുറകെ നിന്നും പഠിക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു ആക്ട് ഇൻ ഫ്രണ്ട് ഓൾസോ. ബിക്കോസ് യു അണ്ടർസ്റ്റാൻഡ് അവർക്ക് എന്താ വേണ്ടത്, അങ്ങനെ തന്നെ കൊടുക്കാമല്ലോ. ആളുകളുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നത് അവർക്ക് കൂടുതൽ എൻകറേജ്മെൻ്റ് ഇല്ല. അത് കാരണമാണ് അവർ പുറകെ വരാത്തത്. പിന്നെ ദർ ആർ വെരി ബ്രില്യൻറ്റ് ഗേൾസ്, കുറേ സ്മാർട്ട്. ഐ മെറ്റ് മെനി പീപ്പിൾ. നല്ല കുറേ ഐഡിയാസ് ഉണ്ട്. ദർ ഓസം ഫോട്ടോഗ്രാഫേഴ്സ്, ഓസം സിനിമറ്റോഗ്രാഫേഴ്സ്, ഡയറക്ഷൻസ് പറയാൻ കഴിവുള്ള പെണ്ണുങ്ങളുണ്ട്. പക്ഷെ അവർ എൻകറേജ് ചെയ്യാൻ അല്ല സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരില്ല. ഐ തിങ്ക് ദാറ്റ്സ് ദ മെയിൻ റീസൺ വൈ പീപ്പിൾ ആർ ഗോയിങ് ബിഹൈൻഡ് ദ ക്യാമറ. പിന്നെ കുറേ പേര് വിചാരിക്കുന്ന വെച്ചാൽ ആക്ടിങ് ഈസ് ഈസി, സോ ദാറ്റ്സ് വൈ. പക്ഷേ ബീയിങ് ബിഹൈൻഡ് ദ ക്യാമറ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇഫ് ദർ ആർ പീപ്പിൾ ടു എൻകറേജ് ഗേൾസ് ടു കം and work behind, we'll have fantastic cinematographers and directors. Male oriented industry, I think that's unfair. എന്നുവെച്ചാൽ പിന്നെ കുറേ പേർക്ക് I think people have a perception. എന്നുവെച്ചാൽ it's not a male, they think it's not a female friendly industry. പക്ഷെ ആൾക്കാർക്ക് അറിയത്തില്ല, കുറേ ഒക്കെ മാറിയിട്ടുണ്ട്. our industry is becoming very smart. അതാണ് കുറേ എഡ്യൂക്കേറ്റഡ് ആൾക്കാരുണ്ട് and there are very skilled people. And if people knew that, there'll be many more people coming. പിന്നെ അത് പറയുന്നത് അൺഫെയർ. എല്ലാ ഇൻഡസ്ട്രിയും ഹാസ് എ മെയിൽ ഓറിയൻറ്റഡ് തിങ്. ദാറ്റ്സ് ബിക്കോസ് ദർ ആർ മോർ മെൻ വർക്കിംഗ്. ദാറ്റ്സ് ദ ഓൺലി റീസൺ. ഷെയ്ൻ നിഗം ഒരു നല്ലൊരു ആക്ടറാണ്. ഇറ്റ്സ് ആക്ച്വലി എ ഫെൻറ്റാസ്റ്റിക് ആക്ടർ ആൻഡ് ഐ ഫീൽ വെരി ഗ്ലാഡ് പുള്ളിക്കാരൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിൽ. ഹീ ഈസ് വെരി ഇൻസ്പയറിങ്. ഒരു സീൻ ചെയ്യുമ്പോൾ തന്നെ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് എ ലോട്ട് and you can learn a lot from him. Working with him has been a learning experience more, and he is one of the most talented actor the Mallu industry has right now. ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇറ്റ്സ് മച്ച് മോർ പ്രോഗ്രസീവ് റൈറ്റ് നൗ. പിന്നെ അങ്ങനെ ഏജ് ബാരിയർ ഇല്ല. എല്ലാവരും നോക്കുന്നത് ക്യാരക്ടറിന് സൂട്ടാവുന്ന ഒരാളാണോ, അത് വെച്ചിട്ടാണ് എല്ലാം കാസ്റ്റിംഗ് നടക്കുന്നത്. ഇതുവരെ വന്ന എല്ലാ മലയാളം സിനിമയിൽ എല്ലാ നടിമാരും എല്ലാ നടന്മാരും they're all character based and they suit it good. നമ്മുടെ casting has improved a lot, so I don't think there is any more that sort of a barrier. കുറേയൊക്കെ മാറി വരുന്നുണ്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ. മലയാളം ഇൻഡസ്ട്രിയിൽ എന്തോരം ന്യൂ കമേഴ്സ് ഇപ്പോൾ വരുന്നുണ്ട്. കുറേ ന്യൂ കമേഴ്സിന് ചാൻസസ് ഉണ്ട്. ബിക്കോസ് പുതിയ ഡയറക്ടേഴ്സ് ഉണ്ട്, പുതിയ സിനിമറ്റോഗ്രാഫേഴ്സ്. അതെ, ടീം ഇസ് ഗെറ്റിംഗ് ന്യൂ, ആക്ടേഴ്സ് ആർ ഗെറ്റിംഗ് ന്യൂ. ദർ ഇസ് എ ലോട്ട് ഓഫ് അക്സെപ്റ്റൻസ്. ഇപ്പോൾ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ തമിഴിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ ഇറ്റ് ഫീൽസ് മോർ ലൈക്ക് ഗോയിങ് ടു ആൻ ഓഫീസ്. നമ്മൾ ഡെയിലി വർക്ക്, ദേ ഹാവ് എ ടൈമിങ്, സ്റ്റഫ് ലൈക്ക് ദാറ്റ്. പിന്നെ മലയാളം ഇൻഡസ്ട്രി ഈസ് മോർ ഫാമിലി ഓറിയൻറ്റഡ്. ദാറ്റ്സ് ദ ഓൺലി ഡിഫറൻസ്. ബട്ട് ബേസിക്കലി രണ്ടും സെയിം തന്നെ. എനിക്കറിയത്തില്ല, എനിക്ക് തോന്നുന്ന ഇച്ചിരൂടെ എക്സ്പീരിയൻസ് എല്ലാം ആയി കഴിഞ്ഞിട്ട് നോളജ് ഒന്നും എല്ലാം ലോഡപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കയറുന്നതായിരിക്കും നല്ലത്. അതെ, എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. പിന്നെ ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല. ബിക്കോസ് ഫ്യൂച്ചർ ഇസ് നോട്ട് ആസ് വി പ്രിഡിക്റ്റ്. സോ വാട്ട് എവർ ഗോഡ് ഡിസൈഡ്സ്.
you.